നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് എൻഡോമെട്രിയോസിസ് എന്നുള്ളൊരു അസുഖത്തെക്കുറിച്ചാണ്. ഈ വിഷയം ചർച്ചയിനായി നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരത്തെ പ്രാൺ ഇൻഫെർട്ടിലിറ്റി ആൻഡ് വെൽ വുമൺ സെൻറ്ററിലെ സീനിയർ കൺസൾട്ടൻ്റായ ഡോക്ടർ അനുപമയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ. ഹലോ ഡോക്ടർക്ക് സ്വാഗതം. മാം, ഈ എൻഡോമെട്രിയോസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സമൂഹത്തിൽ എത്രത്തോളം പേർക്ക് ഈ എൻഡോമെട്രിയോസിസ് ഒരു അസുഖം ഇന്ന് നമുക്കുണ്ട്, കൊണ്ടു നടക്കുന്നുണ്ട്? എന്താണ് യഥാർത്ഥത്തിൽ ഈ എൻഡോമെട്രിയോസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എൻഡോമെട്രിയോസിസ് എന്ന ആ രോഗം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഏകദേശം ഒരു 10% സ്ത്രീകളിൽ ഉണ്ട്. അപ്പോൾ ഈ 10% സ്ത്രീകളിൽ ഉണ്ടെന്ന് പറയുമ്പോൾ ആഗോളതലത്തിലാണെങ്കിൽ ഏകദേശം ഒരു 70 മില്യൺ സ്ത്രീകൾ ഇതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്, കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ബേസിക്കലി ഈ രോഗം എന്താണെന്ന് വെച്ചാൽ പലർക്കും ഉള്ളൊരു സംശയമാണ്, എന്താണ് ഈ രോഗത്ത്, എന്തുകൊണ്ടാണ് ഇത് വരുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു തരത്തിൽ പറഞ്ഞ ക്യാൻസർ പോലെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന പോലത്തെ ഒരു അസുഖം എന്ന് ആളുകൾ ചോദിക്കാറുണ്ട്. കാരണം എന്തൊക്കെ ചികിത്സ ചെയ്താലും പലപ്പോഴും ഒരു പരിഹാരത്തിലെത്തത്തില്ല. അപ്പോൾ അതെന്താ കാരണം എന്ന് വെച്ചാൽ ഗർഭപാത്രത്തിനുള്ളിലുള്ള കലകൾ, അതായത് എൻഡോമെട്രിയം എന്ന് പറയും, ഗർഭപാത്രത്തിനുള്ളിലുള്ള കലകൾ, ആ കലകൾ തന്നെ ചെറുതായിട്ട് യൂട്രസിന് പുറത്തും ഓവറി എന്ന് പറയുന്ന അണ്ടാശയത്തിൻ്റെ പുറത്തും ട്യൂബിൻ്റെ പുറത്തും ഈവൻ കുടലിൻ്റെ പുറത്തും അങ്ങനെയുള്ള ചുറ്റുപാടുമുള്ള അവയവങ്ങളുടെ പുറത്തെല്ലാം ചെറിയ കുരുക്കളായിട്ട് ഇത് വരും. ചെറിയ മുഖക്കുരു പോലത്തെ കുരുക്കളായിട്ട് ഈ അതേ കലകൾ, ഈ ടിഷ്യൂസ് തന്നെ വളർന്നു തുടങ്ങും. ഗർഭപാത്രത്തിനുള്ളിൽ വരുന്ന അതേ വ്യത്യാസങ്ങളെല്ലാം ഈ കൊച്ചു കൊച്ചു കുരുക്കളിലും ഉണ്ടാകും. അപ്പം മാസമുറ സമയത്ത് നമുക്കെല്ലാം അറിയാം, മാസമുറയുടെ സമയത്ത് ഈ വ്യത്യാസങ്ങളെല്ലാം, ഹോർമോൺ വ്യത്യാസങ്ങളെല്ലാം വന്നിട്ട് ബ്ലീഡിങ് വരുമ്പോൾ പുറത്തേക്ക് ബ്ലീഡിങ് പോകും, സ്ത്രീകൾക്ക് പീരീഡ്സ് ആയിട്ട് പോകും. പക്ഷേ ഈ കുരുക്കളിൽ എന്താണെന്ന് വെച്ചാൽ അവിടെയും ബ്ലീഡിങ് ഉണ്ടാകുന്നുണ്ട്, പക്ഷേ ആ ബ്ലീഡിങ് പുറത്ത് പോകാൻ മാർഗ്ഗമില്ല, അത് അവിടെ തന്നെ കെട്ടിക്കിടക്കും. അപ്പോൾ രക്തം കുറച്ച് പഴകി കഴിയുമ്പോൾ അത് ബ്രൗൺ കളറാവും, പിന്നെ അത് ചോക്ലേറ്റിൻ്റെ കളറാവും. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ എൻഡോമെട്രിയോസിസ് എന്നുള്ള രോഗത്തിൽ ഓവറിയിലൊക്കെ സിസ്റ്റ് ഉണ്ടാകുന്നത്. ആ സിസ്റ്റ് ഈ രക്തം കെട്ട പിടിച്ച് വരുന്ന സിസ്റ്റുകളാണ്. ഈ സിസ്റ്റ് പഴകി കഴിയുമ്പോൾ അതിനൊരു ചോക്ലേറ്റ് നിറം വരുമ്പോഴാണ് നമ്മൾ ഓവറിയിൽ ചോക്ലേറ്റ് സിസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നത്. ബേസിക്കലി എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ രോഗം ഇതാണ്. തീർച്ചയായിട്ടും ഈ എൻഡോമെട്രിയോസിസ് എങ്ങനെ ആൾക്കാർക്ക് പകരുന്നൊരു അസുഖമാണോ, അല്ലെങ്കിൽ ജനിതകപരമായിട്ട് വരുന്നൊരു അസുഖമാണോ, ഏതെങ്കിലും ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരുന്ന ഒരു അസുഖമാണോ? എപ്പോഴും ഉണ്ട്, ഒരു കല്യാണം കഴിച്ചു 22 വയസ്സുള്ള ഒരു കുട്ടിക്ക് എൻഡോമെട്രിയോസിസ് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇത് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കണം അതിനൊരു ആൻസർ നമുക്ക് നൽകാൻ? ശരിക്കും പറഞ്ഞാൽ എൻഡോമെട്രിയോസിസ് എന്ന രോഗത്തിന് വ്യക്തമായ ഒരു കാരണമില്ല. എങ്കിലും പറയാറുള്ളത് പാരമ്പര്യമായിട്ട് വരാം. അതായത് ഇപ്പോൾ സഹോദരങ്ങൾക്കോ സഹോദരിമാർക്കോ അമ്മയ്ക്കോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയാറുണ്ട്. പിന്നെ ഇതിനെ ബേസ് ചെയ്ത് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കി കുറേ തിയറീസാണുള്ളത്. അതായത് മാസമുറയുടെ സമയത്ത്, കാരണം എന്ത് കാരണവശാൽ മാസമുറ വന്നു കഴിയുമ്പോഴേ ഈ രോഗലക്ഷണങ്ങൾ പെൺകുട്ടികൾക്ക് വന്നു തുടങ്ങത്തുള്ളൂ. അപ്പോൾ ഓരോ മാസമുറയുടെ സമയത്തും ബ്ലീഡിങ് വന്നിട്ട് ഈ യൂട്രസിനകത്ത് വരുന്ന ബ്ലീഡിങ് കുറച്ചൊക്കെ ഈ ട്യൂബിന് ചെറിയ ഓപ്പണിംഗ് ഉണ്ടല്ലോ, ചെറിയ സുഷിരമുണ്ട്, അതുവഴി ട്യൂബിൽ കൂടെ പാസ് ചെയ്ത് അത് വയറിനുള്ളിലേക്ക് തുള്ളിയായിട്ടൊക്കെ വീഴുന്നുണ്ട്. അതിന് റിട്രോഗ്രേഡ് മെൻസ്ട്രേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ബ്ലഡ് അവിടെ ഇരുന്ന് ചെറുതായിട്ട് കട്ട പിടിച്ച്, അല്ലെങ്കിൽ ആ കലകൾ അവിടെ ഇരുന്ന് വളർന്ന് എൻഡോമെട്രിയോസിസ് ആയി മാറാം. അങ്ങനെ ഒരു തിയറിയുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ വിശ്വാസ്യമായിട്ടുള്ളതും നമുക്ക് ഏറ്റവും കൂടുതൽ പ്രബലമായിട്ടുള്ള തിയറി അത് തന്നെയാണ്. പിന്നെ അല്ലാതുള്ളത് ചെറുതായിട്ടുള്ള ഈ കലകളുടെ ഓവർ ഗ്രോത്ത്, നമ്മൾ ക്യാൻസറിനൊക്കെ പറയുന്ന പോലെ തന്നെ ഓവർ ഗ്രോത്ത്. പക്ഷേ ക്യാൻസർ പോലെ അല്ല, എങ്കിലും സെൽസിൻ്റെ ഒരു ഓവർ ഗ്രോത്താണ് കൊണ്ട് ഇത് വരാം എന്നും കുറേ പഠനങ്ങൾ സൂചിപ്പിക്കാറുണ്ട്. പിന്നീടാണ് മറ്റു പല ഇൻഫ്ലമേഷൻ, ഇപ്പം പുതുതായി പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അണുബാധയല്ലാതുള്ള ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കുന്ന എല്ലാവിധ കെമിക്കൽ ഏജൻറ്റുകളും ഈ എൻഡോമെട്രിയോസിസ് രോഗത്തിലും ഉണ്ടെന്നാണ് ഇപ്പം പുതുതായിട്ട് വരുന്ന പഠനങ്ങളൊക്കെ കാണിക്കുന്നത്. ട്യൂമർ നെക്രോസിസ് ഫാക്ടർ, സൈറ്റോകൈൻസ്, അല്ലെങ്കിൽ പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്നൊക്കെ പറഞ്ഞ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന, ശരീരത്തിൽ വീർപ്പും നീർക്കെട്ടുമൊക്കെ ഉണ്ടാക്കുന്ന സംഭവങ്ങളെല്ലാം ഈ രോഗാവസ്ഥയിലും ഉണ്ടാകും. അതുകൊണ്ടും ഇതിന് വീക്കവും രക്തം കട്ടപിടിക്കാനുള്ള, രക്തം ഊർന്നു വരാനുള്ള സാധ്യതകളും ഒക്കെ ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ പുതുതായിട്ടുള്ള പഠനങ്ങളെല്ലാം സൂചിപ്പിക്കും. ഈ എൻഡോമെട്രിയോസിസ് ഉള്ള ആൾക്കാർക്ക് എപ്പോഴും ഇത് നമുക്ക് ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കും? അതോ നമുക്കൊരു നേരത്തെ പറഞ്ഞ നമുക്ക് മാസമുറ തുടങ്ങിയതിന് ശേഷമേ ഇത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുമെന്ന് മാം സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇതെപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും? നമുക്ക് എപ്പോൾ ഇതിൻ്റെ ചികിത്സ സ്റ്റാർട്ട് ചെയ്യണം? ശരിക്കും പറഞ്ഞാൽ ഒരു 50-60% ആളുകളിലും യാതൊരു വിധത്തിലുള്ള രോഗലക്ഷണങ്ങളും കാണത്തില്ല എന്നാണ് പറയാറുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് വരുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് വേദനയാണ്.
അതും പ്രത്യേകിച്ച് പീരീഡിൻ്റെ സമയത്തുള്ള വേദന. ആ വേദന എന്ന് വെച്ചാൽ സാധാരണ എല്ലാ പെൺകുട്ടികൾക്കും പലപ്പോഴും അമ്മമാർക്കൊക്കെ സംശയം തോന്നുന്നത് പിന്നെ പീരീഡ്സിൻ്റെ സമയത്ത് വേദനയുണ്ട്, അതിന് ട്രീറ്റ്മെൻറ്റ് വേണോ അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയാറുള്ളത് സാധാരണ നോർമലി എല്ലാ പെൺകുട്ടികൾക്കും വേദന കാണും. പക്ഷേ ഈ വേദന കാരണം, പീരീഡിൻ്റെ സമയത്തുള്ള വേദന കാരണം അവർക്ക് അവരുടെ ദൈനംദിന ജോലികൾ ചെയ്യാൻ കഴിയുന്നില്ല. അതായത് ഇപ്പം ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ആ 2 ദിവസം സ്കൂളിൽ പോകത്തില്ല. അത്രമാത്രം അവർക്ക് വേദനയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ചിലപ്പം കഠിനമായ ഛർദി, പിന്നെ വയറിളക്കം ചില കുട്ടികൾക്കുണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ഓക്കാനം, അല്ലെങ്കിൽ ഭയങ്കരമായ തളർച്ച, കൈകാല് കഴപ്പ്, നടുവിന് വേദന. ഇതൊക്കെ സാധാരണ നടുവേദന അല്ലെങ്കിൽ കൈകാല് കഴപ്പൊക്കെ പെൺകുട്ടികൾക്ക്, അതായത് കൗമാരപ്രായക്കാരായ കുട്ടികൾക്ക് കുറവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ശാരീരിക ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു 17, 18, 15, 16 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ഒന്നൊരു സ്കാൻ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. കുറച്ചുകൂടെ പ്രായമുള്ള സ്ത്രീകൾക്ക്, വിവാഹിതരായ സ്ത്രീകൾക്കാണെങ്കിൽ വേദനയുടെ കൂടെ തന്നെ അവർക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വേദന ഉണ്ടാകുന്നതാണ്. അതായത് ഒരു മലദ്വാര ഭാഗത്തേക്കൊക്കെ ഒരു കഠിനമായ വേദന ആ സമയത്ത് ഉണ്ടാകുന്നതായിട്ട് പറയാറുണ്ട്. പ്രധാനമായിട്ടും വേദനയാണ് ഈ രോഗത്തിൻ്റെ ഒരു ലക്ഷണം. മറ്റ് ബ്ലീഡിങ്, അല്ലെങ്കിൽ ബ്ലീഡിങ് കൂടുതൽ വരിക, അല്ലെങ്കിൽ ബ്ലീഡിങ് കുറവ് വരിക, അല്ലെങ്കിൽ പീരീഡ്സ് വളരെ ഒരു ചെറിയ വിഭാഗം ആളുകളിൽ പീരീഡ് നേരത്തെ വരുന്ന ഒരു ടെൻഡൻസി കാണിക്കാറുണ്ട്. അതായത് ഒരു 22, 23 ദിവസം ആകുമ്പോൾ ചിലപ്പോൾ ഈ വലിയ സിസ്റ്റൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ പീരീഡ്സ് നേരത്തെ വരാറുണ്ട്. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഈ എൻഡോമെട്രിയോസിസ് ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഇപ്പോൾ വേദന എടുക്കുകയാണെങ്കിൽ ആ വേദന മാത്രം ചികിത്സിക്കുകയാണോ അതിൻ്റെ ഒരു രീതി? കല്യാണം കഴിക്കുന്നതിന് മുമ്പാവുമ്പം നമുക്ക് 2 രീതിയിലാണ് ഇതിൻ്റെ ചികിത്സയുള്ളത്. ഒന്ന് മെഡിക്കൽ മാനേജ്മെൻറ്റും ഒന്ന് സർജിക്കൽ മാനേജ്മെൻറ്റും. അപ്പം മെഡിസിൻസ് കൊണ്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു വിഭാഗമാണ് വിവാഹിതരല്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ കുട്ടികൾ ആഗ്രഹിക്കാത്തവരും അല്ലെങ്കിൽ കുട്ടികളില്ലാത്ത സ്ത്രീകൾക്ക് നമുക്ക് തീർച്ചയായിട്ടും മെഡിസിൻസ് കൊടുക്കാം. അപ്പോൾ ഈ രോഗം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഓരോ മാസവും പീരീഡ് വരുന്തോറും ഈ പീരീഡ്സും അതിൻ്റെ ഹോർമോൺസുമായിട്ട് ബന്ധപ്പെട്ട ഒരു രോഗമാണ്. അതുകൊണ്ട് ഓരോ മാസം പീരീഡ് വരുമ്പോഴും ഈ രോഗം മൂർച്ഛിക്കത്തേ ഉള്ളൂ, ഓരോരോ സ്റ്റേജ് കടന്ന് പോകത്തേ ഉള്ളൂ, അല്ലാതെ രോഗം കുറയത്തില്ല ഒരിക്കലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രോഗത്തിൻ്റെ വളർച്ച നമുക്ക് തടഞ്ഞു വയ്ക്കാം. അതിന് ഏറ്റവും നല്ലത് കുട്ടികൾ ആഗ്രഹിക്കാത്തവരും അതുപോലെ തന്നെ കൊച്ചുകുട്ടികളാണെങ്കിൽ അവർക്ക് ഹോർമോൺ മരുന്നുകൾ കൊടുത്തിട്ട് ഈ രോഗം സപ്രസ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ പീരീഡ് വരാതിരിക്കുക. അവർക്ക് പീരീഡ് വരാതിരിക്കുന്നതാണ് ഈ രോഗം ഒതുക്കി വയ്ക്കാൻ ഏറ്റവും നല്ലതായിട്ടുള്ള ഏറ്റവും നല്ല പ്രതിവിധി. പിന്നെ ഇപ്പം കൊച്ചുകുട്ടികളൊക്കെ ആണെങ്കിൽ, ഇപ്പം കൗമാരപ്രായക്കാരായ കുട്ടികളാണെങ്കിൽ നമുക്ക് പീരീഡ്സ് വരാതിരിക്കാനുള്ള മെഡിസിൻസ് കുറച്ചൊരു 1 വർഷം അല്ല 2 വർഷമൊക്കെ കൊടുക്കാം. അപ്പോൾ ഈ രോഗം അടുത്തൊരു ലെവലിലേക്ക് പോകാതിരിക്കുകയും അടുത്തൊരു സ്റ്റേജിലേക്ക് അത് മൂർച്ഛിക്കാതിരിക്കുകയും ചെയ്യും. അതാണ് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അവർക്കല്ലാതുള്ള ജനറൽ അഡ്വൈസസ് കൊടുക്കാൻ പറ്റും. അതായത് ഈ ആർത്തവ സമയത്ത് നന്നായിട്ട് വെള്ളം കുടിക്കണം, ചെറു വ്യായാമങ്ങൾ അതിന് മുമ്പ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ പൊതുവേ പൊതുവേ ഇവർ മെലിഞ്ഞ ആളുകളായിരിക്കും. പോളിസിസ്റ്റിക് ഓവറിയൊക്കെ ആണെങ്കിൽ വണ്ണമുള്ള കുട്ടികളാണ്. ഇതാണെങ്കിൽ പൊതുവേ മെലിഞ്ഞ കുട്ടികളാണ് കാണാറുള്ളത്. അപ്പം നല്ല പ്രോട്ടീൻ അടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ, പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കാൻ പറയും. ധാരാളം വെള്ളം കുടിക്കാൻ പറയാറുണ്ട്. പിന്നെ എന്തെങ്കിലും ചെറിയ വ്യായാമങ്ങൾ ചെയ്യാൻ പറയാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അധികം വേദനയില്ലാതെ മുമ്പോട്ട് പോകാൻ സാധിക്കും. ഒരു അൾട്രാസൗണ്ട് സ്കാനിലൂടെ എപ്പോഴും നമുക്കറിയാം സ്ത്രീകളുടെ എന്ത് പ്രശ്നമാണെങ്കിലും ആദ്യം പോകുക ഒരു അൾട്രാസൗണ്ട് സ്കാൻ ആയിരിക്കും നോക്കുക. അപ്പോൾ ഒരു അൾട്രാസൗണ്ട് സ്കാനിലൂടെ ഈ എൻഡോമെട്രിയോസിസ് നമുക്ക് ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കും? തീർച്ചയായിട്ടും. അൾട്രാസൗണ്ട് സ്കാനിൽ, അതായത് എൻഡോമെട്രിയോസിസിനുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 4 ഗ്രേഡാണ്. 4 ഗ്രേഡായിട്ടാണ് നമ്മളതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് മിനിമൽ, മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, ഇങ്ങനെ 4 സ്റ്റേജസ് ആണ്. അതിൽ ഈ മിനിമൽ എന്നൊക്കെ പറയുമ്പം ഈ ശരിക്കും മുഖത്ത് വരുന്ന മുഖക്കുരുവിൻ്റെ അത്രയുള്ള പൊട്ടായിട്ടുള്ള സ്പോട്ട്സ് മാത്രമേ കാണുകയുള്ളൂ നമ്മൾ വയറിനകത്ത് അല്ലെങ്കിൽ ഓറിയുടെ പുറത്തൊക്കെ. അത് നമുക്ക് സ്കാനിൽ കാണാൻ കഴിയുകയില്ല. രണ്ടാമത്തെ സ്റ്റേജാണ് മിനിമൽ എന്ന് പറയുന്നത്, മൈൽഡ് എന്ന് പറയുന്നത്. മൈൽഡ് സ്റ്റേജിൽ ഈ ചെറിയ ഒട്ടിപ്പിടുത്തങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ തുടങ്ങും. ഈ കുരുക്കൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ റോ ഏരിയയാണ്. അപ്പോൾ അതിലേക്ക് അതിന് നല്ല രക്തോട്ടം ഉള്ളതുമാണ് ഈ കുരുക്കൾ. അപ്പോൾ നല്ല നെർവ് സപ്ലൈ ഉണ്ട്. ഈ രണ്ടും ഉള്ളത് കൊണ്ടാണ് ഈ വേദന ഇത്രയും വരുന്നത്. അപ്പോൾ ഈ കുരുക്കളിലേക്ക് എന്തും വന്ന് ഒട്ടിപ്പിടിക്കാം, കുടൽ വന്ന് ഒട്ടിപ്പിടിക്കാം, അല്ലെങ്കിൽ ചെറിയ നാര് പോലെ എന്ത് അവയവം വേണമെങ്കിലും, അല്ലെങ്കിൽ ട്യൂബ്, എന്ത് വേണമെങ്കിലും ഈ കുരുവിലേക്ക് വന്ന് ഒട്ടിപ്പിടിക്കാം. അപ്പോൾ അങ്ങനെ ഒട്ടിപ്പിടുത്തങ്ങളൊക്കെ തുടങ്ങും. അപ്പോൾ ഓവറി തന്നെ, ഓവറിയുടെ പുറത്ത് ഈ കുരുക്കളുണ്ടെങ്കിലും ഓവറി പോലും ചിലപ്പോൾ യൂട്രസിൻ്റെ പുറകിലും ട്യൂബിൻ്റെ പുറകിലും അവിടെ ഇവിടെ എല്ലാം വന്ന് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ആ രണ്ടാമത്തെ സ്റ്റേജിൽ നമുക്ക് നന്നായി ഒരു ശ്രദ്ധയോടുകൂടി സ്കാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ഈ ഒട്ടിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് സസ്പെക്റ്റ് ചെയ്യാം. തീർത്ത് പറയാൻ പറ്റത്തില്ല, പക്ഷെ ചാൻസ് ഉണ്ട്, എൻഡോമെട്രിയോസിസ് ആയിരിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറയാൻ പറ്റും.
മൂന്നാമത്തെ സ്റ്റേജിലാണ് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റുന്നത്, അതായത് സിസ്റ്റുകൾ കാണും. ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പിന്നെ രക്തം കട്ട പിടിച്ച് കിടക്കുന്ന ചോക്ലേറ്റ് നിറത്തിലായി കഴിയുമ്പോൾ ഉള്ള സിസ്റ്റുകൾ, ചോക്ലേറ്റ് സിസ്റ്റ് എന്ന് തന്നെയാണ് അതിന് പറയുന്നത്. അത് ശരിക്കും നന്നായി മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ചെറുതുപോലും 1 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ തൊട്ട് 9, 10, 12, 15 സെൻറ്റിമീറ്റർ ആയാലും ശരി, അത്തരത്തിലുള്ള സിസ്റ്റുകൾ നമുക്ക് വ്യക്തമായിട്ട് സ്കാനിൽ മനസ്സിലാക്കാൻ പറ്റും. മറ്റ് പല സിസ്റ്റുമായിട്ട് അത് തെറ്റാം, പക്ഷേ വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാതെ തന്നെ ചോക്ലേറ്റ് സിസ്റ്റ് ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ കല്യാണം കഴിക്കുന്ന മുമ്പുള്ള കുട്ടികൾ ഇത്തരം എൻഡോമെട്രിയോസിസ് ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ, നേരത്തെ ഡോക്ടർ സൂചിപ്പിക്കുകയുണ്ടായി, ഒരു വർഷത്തോളം അല്ലെങ്കിൽ 2 വർഷമൊക്കെ പീരീഡ്സ് സ്റ്റോപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഹോർമോൺ ഗുളികകൾ കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരം ഗുളികകൾ ശരീരത്തിന് മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഉള്ള സാധ്യതയില്ല. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ കൗണ്ടർ ചെയ്യുക? തീർച്ചയായിട്ടും അതാണ് മറ്റൊരു പ്രശ്നം. ഈ എൻഡോമെട്രിയോസിസിൻ്റെ മെഡിക്കൽ മാനേജ്മെൻറ്റ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ഏറ്റവും എൻഡോമെട്രിയോസിസ് എന്ന രോഗം ഈസ്ട്രജൻ ഹോർമോണിനെ ആശ്രയിച്ച് വളരുന്നൊരു രോഗമാണ്. അപ്പോൾ ഈസ്ട്രജൻ ഹോർമോണിനെ ഒതുക്കി വെക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബേസിക് ഇത്. തീർച്ചയായിട്ടും അതിലേക്ക് പോകാൻ ഒരു കോള് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഹലോ, എൻ്റെ പേര് ദീപയാണ്. ഡോക്ടർ നമ്മുടെ ഉണ്ടല്ലോ, സംശയം ചോദിച്ചോളൂ മാഡം, പറയൂ. ഹലോ മാഡം. പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ് മാം. ഞാൻ മാരീഡ് ആണ്. എനിക്കിപ്പോൾ 37 ഇയേഴ്സ് ഏജ് ആണ്. അതെ. ഞാൻ 4 ഇയേഴ്സ് ആയിട്ട് എനിക്ക് ഈ ഒരു ഇഷ്യൂ ഉണ്ട്. എൻ്റെ മദർ ഒരു ഓവേറിയൻ ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു. കീമോതെറാപ്പി കഴിഞ്ഞു, റിക്കവർ ആയി, ഇപ്പോൾ നോർമലായിട്ട് ഇരിക്കുകയാണ്. സോ എനിക്ക് ഈ ഒരു ചാൻസ് വരാനുള്ള പ്രോബബിലിറ്റി ഉണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ഇത് കണ്ടിന്യൂസ് ആയിട്ട് 4 ഇയേഴ്സ് ആയിട്ട് ഈ ഹോർമോൺ ടാബ്ലറ്റ്സിൽ തന്നെ നിൽക്കുകയാണ്. ശരി. 1 ഇയറിൽ വൺസ് ഇൻ 1 ഇയർ ഞാൻ പോയി ചെക്ക് ചെയ്യാറുണ്ട്. ലാസ്റ്റ് 1.5 വർഷമായിട്ട് പ്രശ്നമൊന്നുമില്ല. ഞാനപ്പോ പ്രോബ്ലം ഇല്ലാത്തതുകൊണ്ട് വിട്ടു. ഇപ്പൊ വീണ്ടും പോയപ്പോഴത്തേക്ക്, കഴിഞ്ഞ മാസം പോയപ്പോഴത്തേക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു ചോക്ലേറ്റ് സിസ്റ്റ് ആണെന്ന് പറഞ്ഞു. അതെ അതെ. മുമ്പ് ഒത്തിരി സിവിയർ പെയിനും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ല. അപ്പൊ എനിക്ക് ഈ ഹോർമോൺ ടാബ്ലറ്റ്സ് റെഗുലർ ആയിട്ട് കഴിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഓവർ വെയിറ്റും കുറച്ച് ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. ഇതിന് വേറെ എന്താ പ്രതിവിധി എന്നുള്ളത് അറിയാനാണ്. കുട്ടികളുണ്ടല്ലേ? ഒരു മോളുണ്ട്. ഉണ്ട്. അപ്പോൾ എൻഡോമെട്രിയോസിസ് എന്ന രോഗം ശരിക്കും പറഞ്ഞാൽ അത് ക്യാൻസർ ആകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതാണ് അതിൻ്റെ ഒരു ഭാഗ്യം. ക്യാൻസർ പോലെ ഉപദ്രവിക്കുന്ന ഒരു രോഗമാണെങ്കിലും പക്ഷേ ക്യാൻസർ ആകാനുള്ള സാധ്യത വളരെ കുറവാണ്, 1% താഴെയേ ഉള്ളൂ. പിന്നെ CA-125 എന്ന് പറഞ്ഞ ട്യൂമർ മാർക്കറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കൂടുതലായിരിക്കും, ഈ എൻഡോമെട്രിയോസിസിലും കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ക്യാൻസർ ആണെന്ന് തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. പക്ഷേ CA-125 ശരിക്കും പറഞ്ഞാൽ ക്യാൻസറിലാണെങ്കിൽ വളരെ ഹൈ വാല്യൂ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് വേർതിരിക്കാൻ പറ്റും. പിന്നെ സ്കാനിലൂടെയും നമുക്ക് ചോക്ലേറ്റ് സിസ്റ്റ് ആണെന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഈ ചോക്ലേറ്റ് സിസ്റ്റിന് വേണ്ടി ആയിരിക്കും ഹോർമോൺ ടാബ്ലറ്റ് പ്രധാനമായിട്ടും തന്നത്, അത് വളരാതിരിക്കാനും. പിന്നെ അത് കഴിക്കുന്നത് കൊണ്ട് ഇപ്പം ഈ ടാബ്ലറ്റാണ് കഴിക്കുന്നതെങ്കിൽ, ഹോർമോൺ ടാബ്ലറ്റാണ് കഴിക്കുന്നതെങ്കിൽ ഈ ഹോർമോണിൻ്റെ തന്നെ യൂട്രസിനകത്തിടുന്ന ഉപകരണങ്ങൾ ഇപ്പം അവൈലബിൾ ആണ്. മെറീന എന്നൊക്കെ പറഞ്ഞ് യൂട്രസിനകത്തിടുന്ന കോപ്പർട്ടി പോലെ യൂട്രസിനകത്തിടുന്ന ഉപകരണങ്ങളുണ്ട്. ഈ ഹോർമോൺ തന്നെയാണ് അവിടെയും റിലീസ് ചെയ്യുന്നത്. പക്ഷെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഇപ്പോൾ ടാബ്ലറ്റോ ഇഞ്ചക്ഷനോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ബ്ലഡിൽ സ്പ്രെഡ് ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ പോലുള്ള ശരീരത്തിൽ വണ്ണം വയ്ക്കാൻ, കൊളസ്ട്രോൾ കൂടാൻ, എല്ലിന് തേയ്മാനം വരാൻ ഒക്കെയുള്ള സാധ്യതകൾ കുറച്ചുകൂടെ കൂടുതലാണ്. മറിച്ച് മറ്റേ മെറീനയാണെങ്കിൽ ലോക്കൽ ആക്ഷൻ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അതായത് യൂട്രസിൻ്റെ അവിടെയും അതിന് ചുറ്റുമുള്ള അവയവങ്ങളിൽ മാത്രമേ അതിന് ആക്ഷനുള്ളൂ. അപ്പം വേണമെങ്കിൽ എനിക്ക് തോന്നി ഈ ഒരു കുട്ടി ഉടനെയൊന്നും വേണ്ട, അങ്ങനെയുള്ളൊരു ഉദ്ദേശമാണ്. പിന്നെ ഈ എൻഡോമെട്രിയോസിസ് ഉണ്ട്, പിന്നെ ഈ ക്യാൻസർ വരുമോ എന്നൊക്കെയുള്ള ഒരു ഭീതിയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഈ മെറീന ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും. കാരണം 4-5 വർഷത്തേക്ക് നമുക്കത് ഇടാൻ പറ്റും. അത്രയും നാൾ പീരീഡ്സ് വരത്തില്ല, വേദന കാണത്തില്ല, യാതൊരു കാരണവശാലും ചോക്ലേറ്റ് സിസ്റ്റ് വലുതാവത്തുമില്ല ഈ കാലഘട്ടത്തിൽ. കേൾക്കാൻ പറ്റും മാം? കുറച്ചുകൂടെ ഒച്ചത്തിൽ സംസാരിക്കാമോ? ഹലോ, കോളർ ഡ്രോപ്പ് ആയെന്ന് തോന്നുന്നു മാം. മാം വിളിച്ചതിനെ നന്ദി. മാഡത്തിന് സംശയം മാറിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. മാം, നേരത്തെ ഈ ഒരു വ്യക്തി, ഒരു കോളർ ചോദിച്ചതുപോലെയാണ്, ഇപ്പോൾ ഈ ഹോർമോൺ ടാബ്ലറ്റ്സ് ഒരു ലോങ് ടൈം ഉപയോഗിക്കുന്നതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ, അതായത് ഓവർ വെയിറ്റ് ഉണ്ടാകുക, പലതരത്തിലുള്ള ഹോർമോണൽ ചേഞ്ചസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ കൗണ്ടർ ചെയ്യപ്പെടുക? ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം എല്ലിൻ്റെ തേയ്മാനമാണ് ഏറ്റവും വലിയ പ്രശ്നം. എസ്പെഷ്യലി ഈ ഹോർമോണിൻ്റെ ഇഞ്ചെക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ GnRH എന്നൊക്കെ പറഞ്ഞ ഹോർമോൺസ് ഉണ്ട്, മന്ത്ലി എടുക്കുന്ന ഇഞ്ചെക്ഷനൊക്കെ ഉണ്ട്. അത് വളരെ പ്രയോജനകരമാണ്. പക്ഷേ അത്ര ഹോർമോൺസ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന എല്ലിനെയാണ്, എല്ലിൻ്റെ തേയ്മാനം. അതിനപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ കാൽസ്യം ഗുളികകളും കൂടെ കഴിക്കാൻ പറയും പേഷ്യൻറ്റിൻ്റെ അടുത്ത്. അതുപോലെ കാൽസ്യം അടങ്ങിയ ആഹാരം കഴിക്കാൻ പറയും. അതുപോലെ തന്നെ നടക്കുന്നതും ഡെയിലി എന്തെങ്കിലും ഒരു വ്യായാമവും അവർ ചെയ്യുന്നത് നല്ലതായിരിക്കും, എല്ലിൻ്റെയൊക്കെ സ്ട്രെങ്തിന് വേണ്ടിയിട്ട്. പിന്നുള്ള രണ്ടാമത്തെ പ്രശ്നമാണ് ഈ പറഞ്ഞ പോലെ തന്നെ കൊളസ്ട്രോൾ കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. അത് ശരിക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ വ്യായാമവും ആഹാരത്തിൽ കൂടെ നിയന്ത്രിക്കാനേ പറ്റുള്ളൂ. അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഒരുപാടങ്ങ് കൂടിയാലൊക്കെ ഉള്ളൂ കൊളസ്ട്രോളിൻ്റെ മരുന്നുകൾ കൊടുക്കേണ്ടി വരുന്നത്. അല്ല, അങ്ങനെ ഒരുപാട് കൂടത്തില്ല, ചെറിയൊരു ഓൾട്ടറേഷൻ, ഒരു വ്യത്യാസം ഉണ്ടാക്കും.
ബ്ലഡ് കൊളസ്ട്രോൾ. എൻഡോമെട്രിയോസിസുമായി വരുന്ന രോഗികൾ, പ്രത്യേകിച്ച് കല്യാണം കഴിച്ചിട്ടുള്ള രോഗികളിലെടുത്ത് ഡോക്ടർമാർ സാധാരണഗതിയിൽ പറയുന്നതാണ് ഈ ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി. നമ്മൾ ഈ ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പിയിൽ എന്തൊക്കെയായിരിക്കും ചെയ്യുക? ഇൻഫെർട്ടിലിറ്റി ഉണ്ടെങ്കിൽ മാത്രം ഈ എൻഡോമെട്രിയോസിസ് ചികിത്സിച്ചാൽ മതിയോ കല്യാണം കഴിഞ്ഞിട്ടുള്ള യുവതികളിൽ? ഇൻഫെർട്ടിലിറ്റി ഒരു റീസണാണ്. തീർച്ചയായിട്ടും ഇൻഫെർട്ടിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ചികിത്സിക്കണം എന്ന് തന്നെയാണ്. പക്ഷെ എന്നാലും എല്ലാവർക്കും ലാപ്രോസ്കോപ്പിയുടെ ആവശ്യം വരത്തില്ല. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ 1 സെൻറ്റിമീറ്റർ, 1.5 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 2 സെൻറ്റിമീറ്റർ ഒക്കെ ഉള്ള സിസ്റ്റുകൾ, അതായത് ശരിക്കും പറഞ്ഞാൽ 5 സെൻറ്റിമീറ്റർ താഴെയുള്ള സിസ്റ്റ് മാത്രമാണെങ്കിൽ, കുട്ടികളുള്ള ഒരു സ്ത്രീയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഉടനെ ഒരു ലാപ്രോസ്കോപ്പിയുടെ ആവശ്യമില്ല. നേരത്തെ സൂചിപ്പിച്ച പോലുള്ള ഏതെങ്കിലും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഈ സിസ്റ്റ് ചുരുങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ ധാരാളം മതി. അതുപോലെ അവർക്ക് വലിയ വേദനയും ബുദ്ധിമുട്ടും ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. കാരണം 1-2 പ്രസവമൊക്കെ കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ കുറയും. മറിച്ച് അതേ സ്ഥാനത്ത് തന്നെ കുട്ടികളില്ലാത്ത ഒരു 5 വർഷമായി വിവാഹിതയായ ഒരു പെൺകുട്ടിയാണ് വരുന്നത്. എൻഡോമെട്രിയോസിൻ്റെ ഒരു 5-6 സെൻറ്റിമീറ്റർ സൈസുള്ള ഒരു സിസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനോടനുബന്ധിച്ച് സിസ്റ്റ് മാത്രമായിരിക്കത്തില്ല, അതിനോടനുബന്ധിച്ച് മറ്റ് എൻഡോമെട്രിയോസിൻ്റെ പ്രത്യേകത ലീഷൻസും യൂട്രസിലും യൂട്രസിന് ചുറ്റുമൊക്കെ കാണും. പിന്നെ ചിലപ്പോൾ ട്യൂബ് ബ്ലോക്ക്ഡ് ആയിരിക്കും, അവരുടെ ട്യൂബൊക്കെ ഒട്ടിപ്പിടിച്ചിരുന്നിട്ട്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ലാപ്രോസ്കോപ്പി ഒരു ആവശ്യമാണ്. കുട്ടികളില്ലാതിരുന്ന് എത്ര വർഷമായി അവരെന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്തു, അതുപോലെ അവരുടെ ഇപ്പോഴത്തെ സ്കാനിൻ്റെ ഫൈൻഡിങ് വെച്ചിട്ട് എത്രത്തോളം ചോക്ലേറ്റ് സിസ്റ്റ് ഉണ്ട്, അതിൻ്റെ വലിപ്പം എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് ഒരു ലാപ്രോസ്കോപ്പി എൻഡോമെട്രിയോസിസ് ഉള്ള ഒരു രോഗിക്ക് തീരുമാനിക്കേണ്ടത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും വീണ്ടും ഇത് വരാകുന്ന ഒരു അസുഖമായതുകൊണ്ട്, അപ്പോൾ നമ്മൾ ചിലപ്പം ചെയ്ത് കഴിഞ്ഞ് എത്ര നല്ലതായിട്ട് വളരെ നല്ല സർജന്മാർ ചെയ്യുന്നതന്നെ എപ്പോഴും നല്ലത്, ലാപ്രോസ്കോപ്പി നല്ല വശമുള്ളവർ തന്നെ ചെയ്യണം. അപ്പോൾ എന്നിരുന്നാൽ പോലും ചിലപ്പോൾ 1 വർഷം അല്ല 2 വർഷമൊക്കെ കഴിയുമ്പോൾ വീണ്ടും ചെറിയതായിട്ട് സിസ്റ്റ് വന്നു തുടങ്ങാം. അപ്പോൾ പിന്നെയും സർജറി ചെയ്യാൻ കഴിയുകയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇൻഡിവിജ്വലൈസ് ചെയ്ത് ലാപ്രോസ്കോപ്പി ഡിസൈഡ് ചെയ്യുന്നതായിരിക്കും നല്ല. ആ രോഗിക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം. നമ്മൾ സാധാരണഗതിയിൽ ഈ ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി എന്തൊക്കെയായിരിക്കും നമ്മൾ ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പിയിൽ എൻഡോമെട്രിയോസിസ് പോലെയുള്ള പ്രശ്നങ്ങൾക്ക് നമ്മൾ നോക്കുക? എന്തൊക്കെയായിരിക്കണം ഈ എൻഡോമെട്രിയോസിന് പരിഹരിക്കപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ലാപ്രോസ്കോപ്പി മൂലം നമ്മൾ ചെയ്യാൻ പറ്റും? എൻഡോമെട്രിയോസിസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് ഈ മുഖക്കുരു പോലത്തെ ചെറിയ ചെറിയ കുരുക്കൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ചുവന്ന നിറത്തിലും ബ്രൗൺ നിറത്തിലൊക്കെ ഇരിക്കും. അത്തരം കുരുക്കൾ യൂട്രസിന് താഴെയുള്ള ഭാഗങ്ങളിൽ ഓവറിയുടെ പുറത്ത് ട്യൂബിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കരിച്ചു വിടും. അതിനെ എൻഡോമെട്രിയൽ ഡെപ്പോസിറ്റ്സ് എന്നാണ് ഇതിനെ പറയുന്നത്. അതിനെ ഇലക്ട്രിക് കോട്ടറി ഉപയോഗിച്ചിട്ട് അതിനെ കരിച്ചു വിടും, ബൈപോളാർ കോയാഗുലേഷൻ മെത്തേഡ് വെച്ചിട്ട്. അപ്പോൾ അതാണ് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും ഇത് വരുന്നത് കുറയുകയും ചെയ്യും, ഉള്ളതിൻ്റെ ഗ്രോത്തിനെ സപ്രസ് ചെയ്യാനും പറ്റും. പിന്നെ ട്യൂബിൻ്റെ ഫംഗ്ഷൻ തീർച്ചയായിട്ടും നോക്കണം. ട്യൂബ് ബ്ലോക്ക്ഡ് വല്ലതും ആണോ എന്നുള്ളത് തീർച്ചയായിട്ടും നോക്കണം. ലാപ്രോസ്കോപ്പി ക്രോമറ്റ്യൂബേഷൻ എന്നാണ് പറയുന്നത്. താഴെക്കൂടെ ഡൈ ഇഞ്ചെക്ട് ചെയ്തിട്ട് ആ ഡൈ ട്യൂബുകൾ വഴി വരുന്നുണ്ടോ എന്ന് നോക്കണം. ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്യൂബ് നല്ലതാണെന്ന് അർത്ഥം. പിന്നെ ഈ പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് വലിയ സിസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സമയത്ത് സിസ്റ്റ് കംപ്ലീറ്റ് റിമൂവ് ചെയ്യാനാണ് നോക്കേണ്ടത്. സിസ്റ്റ് ഡ്രെയിൻ ചെയ്ത് വിടുന്ന ഒരു രീതിയുണ്ട്, അത് നല്ലതല്ല. വീണ്ടും കളക്ട് ചെയ്യും, ആ സാക്കിനകത്ത് വീണ്ടും കളക്ട് ചെയ്യും. ഇപ്പോൾ സിസ്റ്റിൻ്റെ വോളെന്ന് പറയും, ഉള്ളി തൊലിച്ച് കളയുന്നത് പോലെ സിസ്റ്റിൻ്റെ വോൾ കംപ്ലീറ്റ് ആയിട്ട് പീൽ ചെയ്ത് കളയുകയാണെങ്കിൽ വീണ്ടും വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. തീർച്ചയായിട്ടും. ഒരിക്കൽ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരിക്കൽ എൻഡോമെട്രിയോസിന് ലാപ്രോസ്കോപ്പി ചെയ്തു, ഇതുപോലെ അകത്ത് കോട്ടറൈസ് ചെയ്തു, എന്നിട്ടും ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും അടുത്ത ഒരു ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പിക്കും ഈ കോട്ടറൈസേഷനും ഒക്കെ പോവാണ്. അപ്പോൾ ഈ എൻഡോമെട്രിയോസിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ലാപ്രോസ്കോപ്പി ചെയ്യേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകും? എൻഡോമെട്രിയോസിസ് പലപ്പോഴും നമ്മൾ രോഗികളിൽ കാണാറുള്ളത്, ഒരു നിർഭാഗ്യവശാൽ വീണ്ടും ലാപ്രോസ്കോപ്പി ചെയ്യേണ്ട ഒരു ആവശ്യം വരാറുണ്ട്, ചെയ്തതായിട്ട് കാണാറുണ്ട്. പക്ഷേ കഴിവതും ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ ആദ്യത്തെ സർജറി തന്നെ ഒരു ഫുൾ കംപ്ലീറ്റ് സർജറി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ വീണ്ടും വരുന്നത് സാധ്യത ഒരുപാട് നമുക്ക് റെക്കറൻസ് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. റെക്കറൻസ് കൊണ്ടുള്ള ഒരു ദോഷം എന്താണെന്ന് വെച്ചാൽ വീണ്ടും നമ്മൾ ഈ ഓവറിയൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഓവറിയിലൊക്കെ നോർമലി എഗ്ഗ് വളരുന്ന ഫോളിക്കിൾസ് ഉണ്ട്. നമ്മൾ ഈ എൻഡോമെട്രിയോസിസിനെ ട്രീറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ അതും കുറേ നശിച്ചു പോകും. അങ്ങനെ വരുമ്പം അവർക്ക് വളരെ പെട്ടെന്ന് പീരീഡ് നിൽക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ അവരിലുള്ള എഗ്ഗിൻ്റെ അളവ് കുറയാനുള്ള സാധ്യത, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മറ്റ് സ്ത്രീകളെക്കാൾ ഇവർക്ക് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആദ്യത്തെ സർജറി തന്നെ കംപ്ലീറ്റ് സർജറി ആയിട്ട് പോകാൻ നോക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഈ കുട്ടികളുണ്ടായിട്ട് കഴിഞ്ഞിട്ടുള്ള ഈ എൻഡോമെട്രിയോസിസ് ഉള്ള ആൾക്കാർ, അതായത് നമ്മൾ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുത്തു, എൻഡോമെട്രിയോസിസ് ആയിരുന്നു, ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുത്തു, കുട്ടികളുണ്ടായി, അതിനുശേഷം എങ്ങനെയാണ് തുടർ ചികിത്സ എൻഡോമെട്രിയോസിസ്? ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചു, വളരെ നമ്മൾ പ്രായം കൂടുന്തോറും അല്ലെങ്കിൽ പീരീഡ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നതോറും ഈ എൻഡോമെട്രിയോസിസ് മോശമായിക്കൊണ്ടിരിക്കും. അപ്പോൾ എങ്ങനെയായിരിക്കണം ഈ എൻഡോമെട്രിയോസിസ് ഡയഗ്നോസ് ചെയ്ത് കുട്ടികളുണ്ടായിട്ടുള്ള യുവതികൾ എന്താണ് ചെയ്യേണ്ടത്?
കുട്ടികളുള്ളവർക്ക് ഏറ്റവും വലിയൊരു ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പീരീഡ് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഒറ്റ വാക്കിൽ പറഞ്ഞു. അപ്പം ഈ 2 പ്രഗ്നൻസിയൊക്കെ വരുമ്പോഴത്തേനും അത് തന്നെ ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഈ 2 പ്രഗ്നൻസി പീരീഡ് അവരെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതൊക്കെ മാക്സിമം ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് നല്ലതാണെന്ന് പറയും. ബ്രസ്റ്റ് ഫീഡ് ചെയ്തൊക്കെ കഴിയുമ്പോഴത്തേക്ക് 2-3 വർഷം ഇവർക്ക് പീരീഡ്സ് ഇല്ലാതെ വലിയൊരു ഗ്യാപ്പ് കിട്ടും. അതുകൊണ്ട് തന്നെ ശരിക്കും ഇല്ലാത്തവർക്കാണ് വളരെയധികം പ്രോഗ്രസ് ചെയ്യുന്നത് ഈ അസുഖം. കുട്ടികളുള്ളവർക്ക് അത്ര വലിയ ഒരു മാരക രോഗമായിട്ടൊന്നും ഇത് മാറത്തില്ല. പിന്നെ വളരെ ഒരു ചെറിയ വിഭാഗം, ശരിക്കും പറഞ്ഞാൽ ഒരു 10-12% താഴെ ആളുകൾക്ക് മാത്രമേ ഉള്ളൂ കുട്ടികളുള്ളവർക്ക് ഈ രോഗം ഒരു തലവേദനയായിട്ട് മാറുന്നത്. അങ്ങനെയുള്ള ആളുകളിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ്, ഹോർമോണിൻ്റെ മരുന്നുകളുണ്ട്. ഇപ്പോഴാണെങ്കിൽ പീരീഡ് വരുന്ന രീതിയിലുള്ള ഹോർമോൺ മരുന്നുകളും ഇപ്പം അവൈലബിൾ ആണ്. കാരണം പീരീഡ് വന്നാലും ഈ രോഗം ഈ അല്ലാത്ത സമയങ്ങളിൽ ട്രീറ്റ്മെൻറ്റായിട്ട് ഫലിക്കുന്ന രീതിയിലുള്ള മരുന്നുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പീരീഡ് സപ്രസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഹോർമോൺ ഗുളികകൾ, ഹോർമോൺ ഇഞ്ചെക്ഷൻസ്, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ യൂട്രസിനകത്തിടാവുന്ന ഇൻട്രൈട്രൈൻ ഡിവൈസസ്, ഇതെല്ലാം പ്രയോജനപ്രദമാണ്. ഉള്ളതിൽ കുറച്ചുകൂടെ എനിക്കൊന്ന് കുട്ടികളുള്ളവർക്ക് നല്ലത് മെറീന പോലുള്ള ഡിവൈസ് ആയിരിക്കും. കാരണം കൊളസ്ട്രോൾ അധികം കൂടുക അല്ലെങ്കിൽ അമിതമായ വണ്ണം വയ്ക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവർക്ക് വളരെ കുറവായിരിക്കും. പിന്നെ പീരീഡ്സ് വരത്തില്ല, പെയിൻ ഇല്ല, അവർ വളരെ ഫ്രീ ആയിരിക്കും. പിന്നെ തീരെ നിവൃത്തിയില്ലാതെ വരുമ്പോൾ ഒരു സ്റ്റേജിൽ 40-45 വയസ്സ് കഴിയുമ്പോൾ യൂട്രസ് റിമൂവ് ചെയ്യുന്ന ആളുകളുമുണ്ട്. കാരണം ഈ രോഗവും ഈ രോഗത്തിൻ്റെ വേദനകളും ഒക്കെ കാരണം. പിന്നെ അവർക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ അഡിനോമയോസ് എന്ന് പറഞ്ഞ വേറൊരു കണ്ടീഷൻ ഇതിൻ്റെ കൂടെ ഉള്ളത് തന്നെയാണ്. അതായത് ഗർഭപാത്രത്തിനുള്ളിലേക്ക് അങ്ങ് വളരും. ഈ എൻഡോമെട്രിയോട്ടിക് ടിഷ്യൂസ് ഗർഭപാത്രത്തിൻ്റെ ഭിത്തിയിലേക്ക് അങ്ങ് വളർന്നിട്ട് അത് യൂട്രസിന് വീക്കം ഉണ്ടാക്കും. വീക്കം ഉണ്ടാക്കിയിട്ട് പീരീഡ് സമയത്ത് ഭയങ്കരമായ വേദനയും ഭയങ്കരമായ ബ്ലീഡിങ്ങും ഒക്കെ ഉണ്ടാക്കാവുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അത് യൂഷ്വലി ഒരു 40 വയസ്സ് കഴിയുമ്പോഴാണ് ആ പ്രശ്നം കൂടുതലും തുടങ്ങുന്നത്. അവർക്കൊക്കെ തീർച്ചയായിട്ടും മാം, നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പേരുണ്ടാവും, ഈ എൻഡോമെട്രിയോസ് പ്രശ്നങ്ങൾ തുടക്കക്കാരുണ്ടാവും, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരോടൊക്കെ ഉണ്ടാവും. അവരോട് എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത്? എൻഡോമെട്രിയോസിസ് രോഗം നേരത്തെ കണ്ടുപിടിക്കപ്പെടുകയാണെങ്കിൽ, ചെറിയ പ്രായത്തിലൊക്കെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഒരു 2-3 വർഷമെങ്കിലും എല്ലാ പ്രതിവിധികളോടും കൂടി പീരീഡ്സ് സപ്രസ് ചെയ്ത് വെക്കുന്ന, പീരീഡ്സ് ഇല്ലായിരിക്കുന്നതായിരിക്കും ആ കുട്ടിക്ക് നല്ലത്. അതുപോലെ വളരെ ഏർലി ആയിട്ട് മാരേജാണ് നമ്മൾ ഇവർക്ക് അഡ്വൈസ് ചെയ്യുന്നത്. ഏർലി മാരേജും ഏർലി പ്രഗ്നൻസിയുമാണ് ഇവർക്ക് നല്ലത്. അതുപോലെ തന്നെ 1-2 കുട്ടികൾ ഇവർക്ക് എപ്പോഴും നല്ലതാണ്. പിന്നെ വന്ധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലാപ്രോസ്കോപ്പി നല്ലൊരു ചികിത്സാ മാർഗ്ഗമാണ്. അത് നല്ലൊരു ലാപ്രോസ്കോപ്പിക് സർജൻ്റെ കയ്യിൽ തീർച്ചയായിട്ടും ആ ചികിത്സ ഭദ്രമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും ഡോക്ടറുടെ തിരക്കേറിയ സമയം പീപ്പിൾ ടിവിയോട് സഹകരിക്കുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എൻഡോമെട്രിയോസിസ് എന്നുള്ള അസുഖത്തെക്കുറിച്ച് വളരെ ലളിതമായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞു തന്നതിൽ ഇനിയൊരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം: ഹലോ ഡോക്ടർ, പീപ്പിൾ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം.